നമസ്കാരം. ഇതുവരെ നമ്മളുടെ മുമ്പിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം സുനിശ്ചിതമായി ഉറപ്പിക്കാം. ശബരിമല ശ്രീകോവിലിൻ്റെ സ്വർണ്ണപ്പാളി പൊതിഞ്ഞ കട്ടിളയും അതേപോലെ തന്നെ വാതിൽപ്പാളികളും രാജ്യം കടന്നിട്ടുണ്ടാകും. അത് സൂചിപ്പിക്കുന്നതാണ് VSSലെ ശാസ്ത്രജ്ഞന്മാർ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിലൂടെ വ്യക്തമായതായി ഹൈക്കോടതിയുടെ പരാമർശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. മറ്റൊന്ന്, ശബരിമലയിലെ വിഗ്രഹം പോലും അവിടെ മാറ്റി സ്ഥാപിച്ചിട്ടുള്ളതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീകോവിലിനകത്തേക്ക് തന്ത്രിക്കും ശാന്തിമാർക്കും അല്ലാതെ വേറെ ആർക്കും പ്രവേശനമില്ല. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് പോലും അവിടെ നിലവിലുള്ള സാഹചര്യത്തിൽ കയറണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് വിഗ്രഹത്തിലേക്ക് അന്വേഷണം വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിഗ്രഹവും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാവും. നാം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ആൻറ്റീക്ക് മാർക്കറ്റിൽ, പുരാവസ്തു കമ്പോളത്തിൽ ഒരു പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ വില മതിക്കപ്പെടുന്ന പുരാവസ്തുക്കളാണ് ശബരിമല ശാസ്താവിൻ്റെ വിഗ്രഹവും അതേപോലെ ശ്രീകോവിലിൻ്റെ സ്വർണ്ണപ്പാളിയും പതിച്ച വാതിലുകളും കട്ടിലുകളും. തീർച്ചയായിട്ടും 100-നോ അല്ലെങ്കിൽ ആയിരക്കണക്കിനോ കോടി വില മതിക്കാവുന്ന പുരാവസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഇത് മാറ്റപ്പെട്ടു എന്നുള്ളത് വളരെ വ്യക്തം. തീർച്ചയായിട്ടും ഇത്തരം വിപണിയുടെ സാധ്യതകൾ കിടക്കുന്നത് രാജ്യത്തിന് പുറത്തേക്കുമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് രാജ്യം കടന്നിട്ടുണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. ഇതെങ്ങനെ കടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശബരിമലയിലെ കൊള്ള അത് ദശാബ്ദങ്ങളായിട്ട് തുടരുന്നതാണ്. അവിടുത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടെ വരുന്ന ഏറ്റവും ചെറിയ ഒരു ജീവനക്കാരനോ അല്ലെങ്കിൽ സിൽബന്ദിയോ ആരുമായിക്കോട്ടെ, ഏത് വ്യക്തി വന്നു കഴിഞ്ഞാലും ശബരിമല ആ ഏറ്റവും താഴേക്കിടയിലുള്ള, ശബരിമലയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും താഴേക്കിടയിലുള്ള വ്യക്തി മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മന്ത്രിമാർ വരെയുള്ള നീളുന്ന ഈ കൊള്ള അനുസ്യൂതം നടന്നു വരികയായിരുന്നു. പക്ഷേ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആചാരങ്ങളെ ലംഘിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അവിടെ ആചാരലംഘനം ബോധപൂർവം സർക്കാരിൻ്റെ കാർമ്മികത്വത്തിൽ പോലീസിനെ ഉപയോഗിച്ച് നടത്തപ്പെടുകയുണ്ടായി. അതിന് സുപ്രീം കോടതിയുടെ വിധി പശ്ചാത്തലമാക്കി. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലും ഇതേപോലെ തന്നെ അവിടെ നിന്ന് ഇതിൻ്റെ ഗതി എതിർ ദിശയിലേക്ക് കൊണ്ടുപോയി നേട്ടം കൊയ്യാം എന്ന് ധരിച്ചു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം ഇവിടെ ഭരിക്കുന്ന ഭരണ നേതൃത്വത്തിന് ഈ ശബരിമലയിലെ അല്ല, ഇവിടുത്തെ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ എല്ലാം തന്നെ അവിടുത്തെ വിലപിടിപ്പുള്ള വിഗ്രഹങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളായിക്കോട്ടെ, എന്തു തന്നെയാണെങ്കിലും വെറും പുരാവസ്തുക്കൾ മാത്രമാണെന്നും പുരാവസ്തുവിന് അതിഗംഭീരമായ നമ്മുടെ ചിന്തയിലേക്ക് വരാത്ത അത്ര വിധത്തിലുള്ള കമ്പോള വില ഇതിനുണ്ടെന്നുള്ളതും ഇവിടെയുള്ള ബുദ്ധിജീവികളാൽ ഒക്കെ നയിക്കപ്പെടുന്ന നമ്മുടെ സർക്കാരിനും സർക്കാർ നേതൃത്വത്തിനും ഒക്കെ നന്നായിട്ട് അറിയാം. ഈ ഒരു പശ്ചാത്തലമാണ് ഈ ശബരിമല ശ്രീകോവിലിനകത്തേക്ക് കൊള്ള വ്യാപിക്കാൻ സാമൂഹികമായി അല്ലെങ്കിൽ സാംസ്കാരികമായി ഒരുക്കി കൊടുത്ത അവസരം. അവിടെയാണ് ഈ ഭരണ നേതൃത്വത്തിൻ്റെ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം വരുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ അറിവില്ലാതെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കൊള്ളയും നടക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനകത്ത് ആർക്കും സംശയം ഉണ്ടാവേണ്ട ആവശ്യമില്ല. 3 തലത്തിലാണ് ശബരിമലയുടെ നിലനിൽപ്പ് ഉറപ്പാകുന്നത്. ഒന്ന്, അതിൻ്റെ നേതൃത്വപരമായ ഒരു പങ്ക്, അതാണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം മന്ത്രിയും പ്രസക്തമാകുന്നത്. അല്ലെങ്കിൽ പിന്നെ ദേവസ്വം മന്ത്രിയുടെ ആവശ്യമില്ല. അതേസമയത്ത് ഗവൺമെൻറ് ശബരിമലയുടെ അതല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു ക്ഷേത്രത്തിൻ്റെയും ഭരണത്തിൽ നേരിട്ട് ഇടപെടാൻ പാടില്ല. അതുകൊണ്ട് ഒരു പ്രത്യേക ഭരണ സംവിധാനം. അപ്പോൾ അവിടെയാണ് ദേവസ്വം ബോർഡ് വരുന്നത്. ദേവസ്വം ബോർഡ് അതിൻ്റെ ഭരണപരമായ എല്ലാ ഉത്തരവാദിത്വവും, അതായത് അവിടുത്തെ വസ്തുക്കൾ ഉറപ്പ്, അതിൻ്റെ മെയിൻ്റനൻസ് തുടങ്ങിയിട്ടുള്ള സകല സംവിധാനവും അവിടെ ബന്ധപ്പെടുന്നതിനെല്ലാം ഉത്തരവാദി ഭരണപരമായിട്ട് ദേവസ്വം ബോർഡാണ്. പിന്നീട്
ക്ഷേത്രങ്ങളിലെ കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത് ആചാരങ്ങളും അതിൻ്റെ പിന്നിലുള്ള തത്വങ്ങളും അതിനനുസരിച്ചിട്ടുള്ള ധാർമ്മികമായ നിലപാടുകളാണ്. ഇത് തന്ത്രി സ്വീകരിക്കേണ്ടതുമാണ്. തന്ത്രി അവിടെ ഒരു കാര്യം ആചാരപരമായി ബന്ധപ്പെട്ട് ഇന്നത് ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിന് ചെയ്യാനുള്ള അവകാശമില്ല, ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തന്ത്രി ഇതിൽ ഒരു പ്രധാന ഘടകമാണ്. തന്ത്രി അറിയാതെയും അവിടെ ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ തന്ത്രി ജയിൽവാസം അനുഭവിക്കുന്നത്. മറ്റൊന്ന്, മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരൻ പറയുകയുണ്ടായി, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒരു കവചത്തിനുള്ളിലാണ് ശബരിമല ഉൾപ്പെടെയുള്ള സകല ക്ഷേത്രങ്ങളുടെയും സ്വത്തും വിഗ്രഹങ്ങളും വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും ഭദ്രമായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അതില്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആ കവചം തന്നെ ഈ സംഗതിയിൽ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നിഷ്പ്രയാസം. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശബരിമല വിഗ്രഹം ഉൾപ്പെടെ, അയ്യപ്പൻ്റെ വിഗ്രഹം ഉൾപ്പെടെ ഒരു പക്ഷേങ്കിൽ ശബരിമലയിൽ നിന്ന് മാറ്റപ്പെടുകയും അത് രാജ്യം വിട്ട് വിദേശങ്ങളിലേക്ക് പോയിട്ടുണ്ടാവുകയും ചെയ്ത് കാണും എന്നുള്ളത് കരുതുന്നതിൽ ഒരിക്കലും ആരെയും നമുക്ക് തെറ്റു പറയാൻ പറ്റുകയുമില്ല. അതിനുള്ള എല്ലാ സാധ്യതകളുമാണ് നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്നത്.